അറബിക്കടലിൽ ഒരു മാസത്തിനിടെ രണ്ടാമത്തെ കപ്പൽ അപകടം സംഭവിച്ചതോടെ ആശങ്കയിലാണ് കേരള തീരം. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിലൂടെ വൻ വികസനം കേരളം സ്വപ്നം കാണുന്നതിനിടെയാണ് അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം അപകടങ്ങൾ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതോടെ വലിയ പ്രതീക്ഷയിലാണ് കേരളം. മദർഷിപ്പുകൾ എത്തുന്ന തുറമുഖം കേരളത്തിന്റെ വ്യാപാര മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന് കണക്കുകൂട്ടൽ. എന്നാൽ 17 ദിവസങ്ങൾക്കിടെ 2 കപ്പൽ അപകടങ്ങൾ. ലൈബീരിയൻ കപ്പൽ MSC എൽസ മുങ്ങിയതോടെ ഭീതിയിലായിരുന്നു കേരള തീരം. കണ്ടെയ്നറും അതിലെ വസ്തുക്കളും തീരത്തടിഞ്ഞതോടെ ആശങ്ക കൂടി. മത്സ്യബന്ധനത്തിനുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തി. ഇതിനു പുറമെയാണ് പാരിസ്ഥിതിക ആഘാതങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ. കപ്പലിലെ എണ്ണച്ചോർച്ച തടയാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. സിംഗപ്പൂർ ഫ്ളാഗ്ഷിപ്പായ വാൻഹായ് 503 പൊട്ടിത്തെറിയും തീപിടുത്തവും ഉണ്ടായത് ഇന്ന് ഉച്ചയോടെ. കേരള തീരത്തെ ഞെട്ടിച്ച രണ്ടാമത്തെ അപകടം. കൂടുതൽ കപ്പലുകൾ കേരളത്തിലേക്ക് എത്തണം. അതുവഴി വ്യാപാര ബന്ധം ശക്തിപ്പെടണം, തൊഴിലവസരങ്ങൾ വർദ്ധിക്കണം. അങ്ങനെ ഏറെ പ്രതീക്ഷകളുണ്ട് കേരളത്തിന്. എന്നാൽ കേരളത്തിന്റെ തീരദേശ മേഖലകളിൽ അടിക്കടിയുണ്ടാകുന്ന അപകടങ്ങൾ സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ആശങ്ക ഉയർത്തുകയാണ്. ന്യൂസ് ഡെസ്ക് 24.